ശരീരത്തിന് ഏറെ ആവശ്യമുള്ള വിറ്റാമിനുകളിൽ ഒന്നാണ് വിറ്റാമിൻ ഡി. അതിന്റെ പ്രധാന സ്രോതസ് സൂര്യപ്രകാശം തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ കനത്ത വേനൽ ചൂടിൽ എങ്ങനെയാണ് ആരോഗ്യകരമായി വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത്? കനത്ത ചൂട് കൊണ്ട് പുറത്തിറങ്ങാൻ പോലും ആകാത്ത സാഹചര്യത്തിൽ തെറ്റായ സമയത്ത് വെയിൽ കൊള്ളുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുകയും ചെയ്യും. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് വേനൽക്കാലത്ത് വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശമേൽക്കാൻ അനുയോജ്യമായ സമയം രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയ്ക്കാണ്. ഈ സമയത്തുള്ള ചൂട് അത്ര കഠിനമല്ലാത്തതിനാൽ സൂര്യതാപം, ഹീറ്റ് സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. വിറ്റാമിൻ ഡി ഉൽപാദനത്തിൽ നിർണായകമായ ഘടകങ്ങൾ ഈ സമയം സൂര്യപ്രകാശത്തിൽ ധാരാളം ഉണ്ടാകും. ഇരുണ്ട ചർമ്മമല്ലാത്തവർക്ക് 15 മുതൽ 30 മിനിറ്റിനുള്ളിലും ഇരുണ്ട ചർമ്മമുള്ളവർക്ക് 30 മുതൽ 45 മിനിറ്റിനുള്ളിലും ആവശ്യമായ വിറ്റാമിൻ ഡി ആഗിരണം ചെയ്യാൻ കഴിയും. രാവിലെ 8 മണിക്ക് മുൻപ് വെയിലിന് ചൂട് കുറവാണെങ്കിലും വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ഇതിൽ കുറവായിരിക്കും. വൈകിട്ട് ചൂട് കുറയുമ്പോൾ വെയിൽ കൊണ്ടാലും ഇത് തന്നെയാകും അവസ്ഥ. നടത്തം ഉൾപ്പെടെയുള്ള വ്യായാമങ്ങൾക്ക് ഈ സമയം അനുയോജ്യമാണെങ്കിലും ഈ സമയത്ത് വെയിൽ കൊള്ളുന്നതിലൂടെ വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചേക്കില്ല. അതേപോലെ തന്നെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സൂര്യരശ്മികൾ ഏറ്റവും ശക്തമായിരിക്കും. അതായത് കൂടുതൽ UVB എക്സ്പോഷർ ഈ സമയത്തുണ്ടാകും. ഈ സമയം പുറത്തു പോകുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. നമ്മുടെ അസ്ഥികളെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ ഡി. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, രോഗങ്ങളെ അകറ്റി നിർത്തുക, മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിലൂടെ വിഷാദ സാധ്യത കുറയ്ക്കുക തുടങ്ങി നിരവധി ഗുണങ്ങൾ വിറ്റാമിൻ ഡിക്കുണ്ട്. വിറ്റാമിൻ ഡിയുടെ അഭാവം ഗുരുതരമായ പല ആരോഗ്യാവസ്ഥകൾക്കും കാരണമാവുകയും ചെയ്യും. നിരവധി ആളുകൾക്കാണ് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഇന്ന് സപ്ലിമെന്റുകൾ കഴിക്കേണ്ടി വരുന്നത്. അതിനാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ തോതിൽ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്.